കഴിഞ്ഞ ദിവസം കൂടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്, ഉറപ്പായിട്ടും തിരിച്ചടിക്കുമെന്ന്. എന്നാൽ ഇതിനു മുമ്പ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും 26 ഇന്ത്യൻ പൗരന്മാരും ഈ രാജ്യത്തിന് നഷ്ടമായി എന്നുള്ളതാണ്. ഇവിടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരാഴ്ച മുൻപ് കാശ്മീരിൽ തമ്പടിച്ച സുരക്ഷാ കാര്യങ്ങളെപ്പറ്റി യോഗം ചേർന്നിട്ടും സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. ശശി തരൂർ പറയുന്നുണ്ട്, ഈ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന്. അത് ശരി തന്നെയാണ്. രാജ്യം ഒറ്റക്കെട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോൾ സുരക്ഷയുടെ ഗുരുതരമായ വീഴ്ചകൾ എവിടെയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കേണ്ടതുണ്ട്. കാരണം പുൽവാമയിലും പല ഗുരുതരമായ വീഴ്ചകളെ പറ്റിയും പിന്നീട് നമ്മൾ സംസാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 2025 വീണ്ടും ഇത് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് അന്വേഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ധ്രുവ് റാട്ടി സത്യങ്ങൾ ഓരോന്നോരോന്നായി വിളിച്ചു പറയുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 2 കോടിയോളം ജനങ്ങളാണ് ധ്രുവ് റാട്ടിയെ ആ വീഡിയോ കണ്ടത്. ഇവിടെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി നേരിട്ടാണ് കാശ്മീരിന്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കിയിരുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് വെറും നോക്കുകുത്തിയായിരുന്നോ എന്ന് പോലും ചില കമന്റുകളിൽ നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു. ഇവിടെ രാജ്നാഥ് സിംഗുമായി മോദി തന്റെ വസതിയിൽ പ്രത്യേക യോഗം ചേരുമ്പോൾ ഞെട്ടലിലാണ് അമിത്ഷാ. പുൽവാമ ഭീകരാക്രമണത്തിൽ 41 സൈനികരുടെ ജീവൻ പൊലിയുന്നതിന് മുൻപ് 12 തവണയോളം ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആരും വകവെച്ചില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ധ്രുവ് റാട്ടി വിളിച്ചു പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഒരുമിച്ചാണ് യോഗം ചേരുന്നത്. ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള സുരക്ഷാ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള വിശദീകരണത്തിനായി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകുന്ന പക്ഷം നേരിടേണ്ട വിധം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് സംയുക്തമായിട്ട് സേനാ മേധാവി അനിൽ ചൗഹാനുമായും രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. സ്ഥിതിവിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായിട്ടും സേനാവൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി 4ാമത്തെ തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. പൂഞ്ചിനും കുപ്വാരയ്ക്കും സമീപത്തുള്ള മേഖലയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ തോതിലുള്ള വെടിവെപ്പുകൾ ഉണ്ടാകുന്നത്. ആക്രമണത്തോട് തക്കതായി പ്രതികരിച്ചു എന്നും സേനാ വക്താവ് അറിയിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും ജാഗ്രത വർദ്ധിപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഇവിടെ കാര്യങ്ങൾ ഒന്നൊഴിയാതെ ഭരണപക്ഷത്തെ പിടിച്ചു കുലുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിക്കുകയായിരുന്നു. രാജ്യസുരക്ഷ മുൻനിർത്തി കേന്ദ്ര സർക്കാർ നിർണായക നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സൈനിക നടപടികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങൾക്കും വിലക്കുണ്ട്. അന്താരാഷ്ട്ര മാധ്യമമായ BBC പ്രത്യേകം നിരീക്ഷിക്കും. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ ഭീകരെന്ന് വിശേഷിപ്പിക്കാതെ ആയുധധാരികളെന്ന് മാത്രം വിശേഷിപ്പിച്ച BBC പക്ഷപാതമായാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. കൂടാതെ വ്യാജവും വർഗീയവുമായ ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന 16 പാക് യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനവും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.